കനത്ത പുകമഞ്ഞ് മൂടിയതോടെ തലസ്ഥാനത്തെ വായു നിലവാരം അതീവ ഗുരുതരാവസ്ഥയിലേക്ക്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഡൽഹിയിലേക്കുള്ള വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടു. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവധി നൽകാൻ ഡൽഹി സർക്കാർ ഉത്തരവിടണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഡൽഹിക്ക് പുറമെ നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം, ഫരീദാബാദ് എന്നിവിടങ്ങളിലും ഇന്ന് പുലർച്ചെ മുതലാണ് പുകമഞ്ഞ് അനുഭവപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 6 വിമാനങ്ങൾ രാജസ്ഥാനിലെ ജയ്പൂരിലേക്കും 1 വിമാനം ഉത്തർപ്രദേശിലെ ലക്നൌവിലേക്കും വഴിതിരിച്ചുവിട്ടു. പുകമഞ്ഞ് 3 ദിവസത്തേക്കെങ്കിലും തുടർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാജ്യ തലസ്ഥാനത്ത് വായു ഗുണനിലവാരം മോശപ്പെട്ട അവസ്ഥയിലാണ്. വായു ഗുണനിലവാര സൂചിക പലപ്പോഴും 400 കടന്നതോടെ അതിഗുരുതര വിഭാഗത്തിലേക്ക് ഡൽഹി എത്തപ്പെട്ടു. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ 5ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടാൻ ഡൽഹി സർക്കാർ ഉത്തരവിടണമെന്ന് BJP ഡൽഹി ഘടകം अध्यक्ष वीरेंद्र सचदेव आवश्यकപ്പെട്ടു. दिल्ली को एक तरह से हमारी राजधानी को नरक बना दिया है। छोटे बच्चे, बड़े बुजुर्ग सब प्रदूषण के शिकार हो रहे हैं। तो मेरी आपसे एक विनती है दिल्ली के मुख्यमंत्री, अविलंब छोटे बच्चों का ध्यान रखते हुए 5वीं तक के स्कूल बंद कीजिए, अविलंब बंद कीजिए. ഡൽഹിയിലെ മലിനമായ വായു മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിക്ക് പുറമെ പഞ്ചാബിലും ഹരിയാനയിലും വായു ഗുണനിലവാരം മോശമായ അവസ്ഥയിലാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി.